അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് അര കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് ഒരുപാട് ചൂടാവരുത്. നമ്മൾ കയ്യിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ആണ്. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് നോക്കി വാങ്ങിക്കുക. ഒരുപാട് ദിവസം ഇരുന്ന് പഴകിയ ഈസ്റ്റ് എടുക്കരുത്. ഇപ്പൊ ഒരുപാട് പഴകിയ ഈസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസ്റ്റ് ആക്റ്റീവായി കിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഈസ്റ്റ് നല്ലോണം ആക്റ്റീവായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കാം. ഒരു സ്പൂണുണ്ടോ വിസ്കുണ്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈസ്റ്റ് ആക്റ്റീവായി പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കണം. നമ്മൾ ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസ്റ്റ് ആക്റ്റീവായി കിട്ടും. മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഒരു വലിയ ബൗൾ എടുക്കുക. ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ട എടുത്ത് അതൊന്ന് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം മുട്ട എടുക്കാൻ. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവരുത്, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നമ്മൾ ഈസ്റ്റ് ആക്റ്റീവ് വെച്ചപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മതിയാവും, കൂടി പോവരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ എണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാടിട്ട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിൽ മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചൂടുള്ള പാലോ വെള്ളമോ ഒഴിക്കരുത്. നേരത്തെ എടുത്തതുപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് ആക്റ്റീവ് ആക്കാൻ വെച്ചതുപോലെ അര കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് തിളപ്പിച്ചെടുത്ത പാലൊന്നും ഒഴിക്കരുത്, എന്നാൽ പിന്നെ മുട്ട അങ്ങ് വെന്ത് പോകും. ചെറിയ ചൂടുള്ള ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത്. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ടാണ് ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദ മാവാണ്. 3 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ 1.5 കപ്പ് മൈദയിലാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം പകുതി അളവെടുത്താൽ മതിയാവും. ഇതുപോലത്തെ അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ എല്ലാം അളന്നെടുക്കുക. ആദ്യം നമ്മൾ 2 കപ്പ് മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് മൈദ ഇടരുത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി മൈദയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയൊരു കട്ടിക്കാണ് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് ലൂസായി പോകരുത്. ബാക്കി 1 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ആക്റ്റീവ് ആക്കാൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് പാലോ വെള്ളമോ ചേർക്കരുത്. അര കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഈസ്റ്റ് ആക്റ്റീവ് ആക്കി വെച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബാറ്റർ ലൂസാവും. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈസ്റ്റ് ആക്റ്റീവ് ആക്കാൻ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ഒക്കെ വെക്കുക. ഇപ്പോൾ 6-7 മിനിറ്റ് ആയപ്പോൾ ഈസ്റ്റ് നല്ലോണം പൊങ്ങി ആക്റ്റീവായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 6-7 മിനിറ്റ് ആയപ്പോൾ തന്നെ ഈസ്റ്റ് ആക്റ്റീവായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ നമ്മൾ തയ്യാറാക്കി വെച്ച മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ടിട്ട് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. വലിയൊരു ബൗൾ എടുക്കാം. ഈസ്റ്റ് ആക്റ്റീവ് ആക്കാൻ വെച്ചതിന് ശേഷം ബാക്കി എല്ലാ ചേരുവകളും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫോർക്ക് വെച്ചോ തടുത്തവ വെച്ചോ മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കട്ടിക്ക് വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. പാടങ്ങ് വെള്ളമൊന്നും കൂടി പോകരുത്. ഈ ഒരു കട്ടിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ. കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ച് ചെയ്യാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി മാവ് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലോണം ഒന്ന് പൊങ്ങി വരണം. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, മാവ് ഡബിളായിട്ട് ഇതാ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചോ ഒരു ഫോർക്ക് വെച്ചിട്ടോ മെല്ലെ ഒന്ന് മിക്സ് ചെയ്യാം. പകുതി ക്വാണ്ടിറ്റി ആയിട്ട് മാറി കിട്ടും. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പാടങ്ങ് കട്ടി കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള പാലോ ഇളം ചൂടുള്ള വെള്ളമോ ഇളം ചൂടുള്ള പാലോ ചേർത്തിട്ട് ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒരു സ്പാച്ചിലുണ്ട് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇത് ആവിയേറ്റി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 8 ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നത് ഇതിന്റെ പകുതി ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു 5 ഇഞ്ച് കേക്ക് ടിന്നൊക്കെ എടുത്താൽ മതിയാവും. വീട്ടിലുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുഴിയുള്ള വലിപ്പമുള്ള പാത്രം എടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ വാഴയിലോ ബട്ടർ പേപ്പറോ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വാഴയിലോ ബട്ടർ പേപ്പറോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. അപ്പം ബാറ്റർ ഇതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചില വെച്ചോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയോ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി ഇത് കുറച്ച് സമയം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ചൊന്ന് പൊങ്ങി കിട്ടണം. അപ്പോൾ നമ്മൾ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ഒക്കെ വെച്ചിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മാവ് പൊങ്ങി കിട്ടും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നട്ട്സോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ ട്യൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉണക്കമുന്തിരി ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഉണക്കമുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കറുത്ത ഉണക്കമുന്തിരി ആകുമ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടും. ഇനി ഇത് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഇഡലി തട്ടേനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്റ്റീമറിൻ്റെ തട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇഡലി ചെമ്പിൽ ബാറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ആയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് ബ്രെഡ് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ബ്രെഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ കത്തി വെച്ചോ കുത്തി നോക്കാം. മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് ചൂടാണ്. ഇനി ഇഡലി തട്ടിൽ നിന്നും ഈ കേക്ക് ടിന്നെടുത്ത് പുറത്ത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡൊക്കെ വിടിച്ചു കൊടുക്കുക. അല്ലാതെ തന്നെ ഇതിന്റെ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കേക്ക് ടിന്ന് കയ്യിലേക്ക് ഇങ്ങനെ കമഴ്ത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിരിച്ചു വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ വശവും ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ആവിയിൽ തന്നെ നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ടേസ്റ്റും അടിപൊളിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ആവിയിൽ വെച്ചിട്ട് ഇതുപോലെ ബ്രെഡ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്